അപ്പോൾ ഞാനൊരു വണ്ടിയുടെ ടാക്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. എൻ്റെ ഇക്കാനെ ചതി പറ്റി അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ 2 ദിവസം മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനുശേഷം ശേഷം എന്നല്ല, എനിക്കൊരു 3-4 വട്ടം എനിക്ക് ആർടിയിൽ പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ആവശ്യത്തിനായിട്ട്. നമുക്കെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് പോകാന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഒന്നും അറിയാത്തവരൊക്കെ പോയി കഴിഞ്ഞാൽ വല്ലാണ്ട് കഷ്ടപ്പെടും കേട്ടോ. അതാണ് ശരിക്കും എനിക്ക് സംഭവിച്ചത്. എനിക്കാണെങ്കിൽ ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഇക്കനോട്, എൻ്റെ സഹോദരൻ, ഇക്കാന്ന് പറഞ്ഞ സഹോദരൻ എന്നോട് പറഞ്ഞാൽ കുളത്തുപുഴയുള്ളൊരു സാബു എന്ന് പറയുന്ന ഇക്ക, ഇക്കാട് വണ്ടി കാര്യങ്ങളുടെ എഴുത്തും കുത്തുമെല്ലാം നടത്തിയതും എല്ലാം ടാക്സിൻ്റെ കാര്യങ്ങളെല്ലാം ഈ സാബുക്കായ നോക്കിക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞ നമ്പർ എന്നിട്ട് പറഞ്ഞു, ഈ സാബുക്കായെ പോയി കണ്ടിട്ട് സാബുക്ക പറയുന്ന പോലെ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2ാമത്തെ തവണ പോയപ്പോൾ സാബുക്കാനെ കയറി കണ്ടപ്പോഴത്തേക്ക് സാബുക്ക എന്നോട് പറഞ്ഞു, നീ എൻ്റെ കൂടെ വാ, ആർടിയിൽ വാ, റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കൂടെ ആർടിയിൽ വന്നിട്ട് അപ്പോൾ അതിൻ്റെ തലേന്ന് ഞാൻ പോയിരിക്കുമോ. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു ഇത്ര എമൗണ്ട് ആവുമെന്ന് എന്നോട് പറഞ്ഞാൽ വിട്ടത്. അപ്പോൾ ഈ പുള്ളി എൻ്റെ കൂടെ വന്നിട്ട് എത്ര എമൗണ്ട് ആവുമെന്ന് ചോദിച്ചു. അപ്പം ഇത്ര എമൗണ്ട് ആവുമെന്ന് പറഞ്ഞ് അപ്പോൾ സബ് പറഞ്ഞു അവരടയ്ക്കും ബില്ലിംഗ് ആണെന്ന്. അപ്പോൾ പറഞ്ഞു 200 രൂപ പത്രത്തിൽ എഴുതിക്കൊണ്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അത്രയും പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞ് താഴെ നിന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇയാളുടെ ഓഫീസിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ അയാൾക്ക് വേണ്ടി കാവൽ ചെയ്ത് നിൽക്കുവാണ്. അപ്പോൾ പുള്ളി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് പറയാം അതൊരു 500 രൂപ ആവും കേട്ടോ. അത് അവർക്ക് ഇച്ചിരി 1300 രൂപ കൊടുത്തിട്ട് പിന്നെ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ട് ചെയ്ത് തീർക്കാൻ 500 രൂപയാവും, 500 രൂപ തന്നിട്ട് മദീന പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഇതും വിശ്വസിച്ച് ഒരു 500 രൂപ എടുത്ത് കൈ കൊടുത്തിട്ട് ഞാൻ തിരികെ വീട്ടിൽ പോവാം. അപ്പോൾ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വില്ലേജ് ഓഫീസറെ വിളിക്കുന്നുണ്ടായിരുന്നു. കാരണം നമ്മുടെ കാര്യങ്ങളെല്ലാം വില്ലേജ് ഓഫീസർക്ക് അറിയായിരുന്നു. അതുകൊണ്ട് ഞാൻ വില്ലേജ് ഓഫീസറെ വിളിച്ച് ഇതുപോലെ കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ പറഞ്ഞാൽ ഞാൻ വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്നാ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ സാബു എന്ന് പറയുന്ന ആളെ പോയി കാണുന്നത് 29-ാം തീയതിയാണ് കേട്ടോ ആർടിയിൽ. അപ്പം പുള്ളി എന്നോട് പറഞ്ഞു ഈ 500 രൂപ വാങ്ങിയ ആ സ്നേഹത്തിലായിരിക്കും. ഇന്നും നാളെയും കൂടെ ഉള്ളൂ കേട്ടോ, 29 അല്ല നാളെയും മറ്റന്നാളും കൂടെ ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 30-31-ാം തീയതി കൂടെ ഉള്ളൂ. ഡിസംബർ 30-31-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ പുതുവർഷത്തിൽ പിന്നെ നമുക്ക് ഓൺലൈൻ സെറ്റിൽമെൻറ്റ് കിട്ടത്തില്ല. അയാൾ സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഒരു മണ്ണാൻ കട്ട അറിയത്തില്ല എന്നുള്ളത് ശരിയാണ്. അല്ലെന്നുണ്ടെങ്കിൽ മാർച്ച് വരെ കണ്ട് ഉണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ അയാൾ എന്നെ പറ്റിക്കാൻ നിന്നാണ് 500 രൂപ വാങ്ങിയതിൻ്റെ ആ ഒരു അയാൾ ഇത് കാണിച്ചതായിരിക്കും. അപ്പോൾ നമ്മൾ മാക്സിമം എങ്ങനെയൊക്കെ നമ്മളെ പറ്റിക്കാമെന്ന് നോക്കി നടക്കുന്ന ആൾക്കാരും പണ്ടൊക്കെ വേറെ സ്ഥലങ്ങളിലൊക്കെ കണ്ടുള്ളൂ. അപ്പോൾ നമ്മുടെ കൺമുന്നിൽ തന്നെ എങ്ങനെയൊക്കെ പറ്റിക്കാമെന്നുള്ളത് മനുഷ്യർ മനസ്സിലാക്കി ഒരാളെ കണ്ടു കഴിഞ്ഞാൽ പറ്റിക്കാൻ പറ്റുന്നതാണോ എന്ന് നോക്കി ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും പറ്റിക്കും. ഇപ്പോൾ തന്നെ ഈ ഒരു കാര്യം തന്നെ ഉണ്ടല്ലേ. ഇതിനുശേഷം പിന്നെ അടുത്ത ദിവസം ഞാൻ ആർടിയിൽ ഈ എമൗണ്ടൊക്കെ സെറ്റാക്കിക്കൊണ്ട് ഞാൻ പോവാം. അല്ല മുദ്രപത്രം വാങ്ങിക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ 200 രൂപ ഇപ്പോൾ ഓൺലൈൻ ആയത് കാരണം സൈറ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് രാവിലെ ഒരു 9:30 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഏകദേശം ഒരു 3 മണി വരെ ഈ ഒരു 200 രൂപ പത്രത്തിന് വേണ്ടിയിട്ട് ഞാനവിടെ കാവൽ നിൽക്കുക. 3 മണിക്കൊന്നും കിട്ടിയിട്ട് കാര്യമില്ല. അവിടെ ആർടിയിലേക്ക് 1 മണിക്ക് മുന്നേ കൊണ്ട് ചെല്ലേണ്ടതാണ്. എന്നിട്ട് 3 മണിക്ക് കിട്ടിയിട്ട് നടന്നു, അതുമില്ല. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം പിന്നെയും പോവേണ്ടി വരിക. പിന്നെ പോയി ഇത് മാറ്ററെല്ലാം തയ്യാറാക്കി. അപ്പോൾ ഞാൻ മൊത്തത്തിൽ 4ാമത്തെ തവണയാണ്. അപ്പോൾ ആർടിയിൽ കൊണ്ടുവരുന്നു പറഞ്ഞാൽ അത് അവിടെ ഒരു ക്യാബിൻ ഇരിപ്പുണ്ട്, അവരുടെ അടുത്ത് കൊടുത്താൽ മതി, ഒരു മാറ്റർ എഴുതി തരുന്നു. അപ്പോൾ അവർക്ക് അവിടെ സമയമില്ലാത്ത കാരണം അവർ പറഞ്ഞത് താഴെ ഇരിക്കുന്ന ഒരു ലേഡിയുണ്ട്, അവരുടെ അടുത്ത് കൊണ്ടു കൊടുക്കാം. അത് രേഖ എന്ന് പറയുന്നത് അത് നല്ലൊരു ലേഡിയായിരുന്നു കേട്ടോ. അവിടെ കൊണ്ടുകൊടുത്ത് 100 രൂപയ്ക്ക് ഒരു മാറ്റർ എഴുതി തന്നു. അപ്പോൾ പിന്നെ പൈസ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് മാത്രമേ ഇത് അടയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതാകെ കുഴങ്ങി. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 lakh എബോ ഉണ്ട്. അപ്പോൾ ഒരിടത്ത് അക്ഷയിൽ കൊണ്ടു കൊടുക്കുമ്പോഴത്തേക്ക് അവിടെ ഒന്നും ഇത്ര എമൗണ്ട് അടയ്ക്കാൻ പറ്റത്തില്ല. പിന്നെ ഒരിടത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു 2300 സംതിങ് എമൗണ്ട് ആവും എന്ന് വെച്ച് കഴിഞ്ഞാൽ 1% സർവീസ് ചാർജ് ആവും, ടാക്സ് അവർക്ക് പിടിക്കാൻ, അതുകൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആകെ വിഷമിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ വിഷമിച്ചിരിക്കുമ്പോൾ ഇവിടെ അടുത്ത് ഞങ്ങളുടെ ജംഗ്ഷനിൽ തന്നെ അടുത്ത് അണ്ണനെ ഞാൻ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അണ്ണൻ ഏകദേശം ഈ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യുന്ന അണ്ണനാണ്. അപ്പോൾ അണ്ണനോട് ചോദിച്ചാൽ കൊണ്ടുവന്നാൽ നമുക്ക് കൂടി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ കൊണ്ടുവന്ന് 5 മിനിറ്റ് കൊണ്ട് ടാക്സ് അടച്ച് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ടാക്സ്, എനിക്കതൊന്നും അറിയത്തില്ലായിരുന്നു. ATM കാർഡ് വഴി നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ടാക്സ് അടയ്ക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ ടാക്സ് അടച്ച് പിന്നെ വില്ലേജിൽ കൊണ്ടുകൊടുത്ത് എല്ലാം ക്ലിയർ ചെയ്ത് കൊണ്ടുവന്ന് അതിൻ്റെ ഇടയ്ക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞത് ഇതൊക്കെയാണ് നമ്മുടെ ചുറ്റിലും നടക്കുന്ന കാര്യങ്ങൾ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. കണ്ണടച്ച് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെരക്കാത്തിരിക്കുന്നവരൊന്നും അറിയുന്നില്ല കേട്ടോ. നമ്മുടെ ഈ ലോകത്ത് ഇല്ലെങ്കിൽ സമൂഹത്തിൽ എന്തൊക്കെ നടക്കുന്നതെന്നൊന്നും അറിയുന്നില്ല. ഒന്ന് പുറത്തോട്ടൊന്ന് ഇറങ്ങി നോക്കണം ഓരോ ആവശ്യത്തിന്, അപ്പോൾ അറിയാം അതിൻ്റെ ഒരു കളികൾ. അപ്പോൾ എന്തായാലും ക്ലിയർ ആയിട്ടുണ്ട്. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആലോചിച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ.